ടിറ്റ്ലിസിൻ്റെ തന്നെ വീഡിയോ എടുത്തതിൽ രണ്ടാമത്തെ ഭാഗമാണിത്. ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നത് കാണാം. വൈറ്റ്സൊക്കെ സ്കേറ്റിങ്ങിൻ്റെ ആളുകളാണല്ലോ. അവർ അതിൻ്റെ ഉപകരണവുമായിട്ട് തന്നെയാണ് താഴെ നിന്ന് തന്നെ അതും കരുതിക്കൊണ്ടാണ് വരുന്നത്. വാങ്ങിക്കൊണ്ട് വരും, വാടകയ്ക്കായിരിക്കും, തിരിച്ചു കൊടുക്കണം. എന്നിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നത് കാണാം. നിരപ്പിലൂടെ ചരിഞ്ഞ് താഴേക്കുമൊക്കെ പോകുന്നത് കാണാം. വീണ്ടും നടന്ന് കയറി വരണം. അതെങ്ങനെയാണെങ്കിലും സ്കേറ്റിംഗ് ചെയ്യും. ഇന്ത്യൻസ് പോകുന്നവർ സാധാരണഗതിയിൽ സ്കേറ്റിങ്ങിന് വേണ്ടിയുള്ള ഉപകരണമൊന്നും വാങ്ങാറില്ല. നമ്മൾ പോയി അവിടെ എല്ലാം കണ്ടു കേട്ട് അതിൻ്റെ ഉയരങ്ങളിലെല്ലാം കയറി ചുറ്റുപാടുകളൊക്കെ എടുത്ത് വീഡിയോയോ മൂവിയോ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഏഞ്ചൽബർഗിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ എടുക്കുകയാണെങ്കിൽ, അവിടെ നിന്നുള്ള വ്യൂ കാണുകയാണെങ്കിൽ അവിടെ വളരെ നല്ല വ്യൂ ആണുള്ളത്. മഞ്ഞുമലകളും പച്ചപ്പുള്ള വെജിറ്റേഷനും നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ കാണുന്ന മഞ്ഞ് കയ്യിലെടുത്താൽ നനയില്ല. അത് -5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണല്ലോ. ബിലോ 0 അല്ലേ, നനയില്ല. ഇപ്പോൾ ഇവിടെ ഒരു 10നും 10:30ക്കും ഇടയ്ക്കുള്ള സമയമാണ്, മോർണിംഗ് ടൈമാണ്. -5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നല്ല തണുപ്പ് തന്നെയാണ്. കൂടുതൽ തണുപ്പാകുമ്പോഴത്തെ അവസ്ഥയെപ്പറ്റി നമുക്ക് ഇത് കണ്ടിട്ട് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കേൾക്കുന്നത് പറയുന്നുവെന്ന് മാത്രം. വിൻ്റർ സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മഞ്ഞ് പൊടിയായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് നടക്കാനും അതിലൂടെയൊക്കെ പോകാനും ഒക്കെ എളുപ്പമാണ് കുറച്ചുകൂടി. അതേസമയം കൂടുതൽ തണുപ്പായി കഴിയുമ്പോൾ ഇത് കൂടുതൽ കട്ടി പിടിച്ച് ഉറഞ്ഞ് പാറ പോലെ ആകുമെന്നാണ് പറയുന്നത്.